ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ഗ്രാമർ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷ് പഠിക്കുവാൻ എല്ലാ ടേമുകളും അറിഞ്ഞിരിക്കണമോ എന്ന് ഇംഗ്ലീഷ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരും ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് അറിയാൻ പാടില്ലാതെ കൺഫ്യൂഷൻ ആയവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ ഇംഗ്ലീഷ് ടേമുകളും അറിഞ്ഞിരിക്കണമോ എന്ന്. ഈ ഒരു ആശങ്കയ്ക്ക് വരുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്ന്, ഗ്രാമർ പഠിക്കുമ്പോൾ വളരെ പാടാണ്. ഗ്രാമർ ഇല്ലാതെ നിങ്ങൾക്ക് സംസാരിക്കാം, പഠിക്കാം എന്ന് കേട്ട് ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാം എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാകും. ഈ കാരണത്താൽ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിൽ തീരെ താല്പര്യമില്ലായ്മയും പഠിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാതെ വരുമ്പോൾ ഗ്രാമറിൽ പറയുന്ന ടേമുകളും പാടാണെന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. എന്താണ് ഇംഗ്ലീഷ് ടേം എന്ന് സിമ്പിളായി പറഞ്ഞാൽ, ഒരു സെന്റൻസിന്റെ കൃത്യമായ മീനിങ് മനസ്സിലാക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ എക്സ്പ്രഷൻ ആണ് ഇംഗ്ലീഷ് ടേം എന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നത് പെട്ടെന്ന് മനസ്സിലാക്കി പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് അല്ല. കാരണം ഇത് ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്. പല കാര്യങ്ങൾ ലാംഗ്വേജിനോടുള്ള ബന്ധത്തിൽ അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷ് പഠിക്കണം എന്ന ആഗ്രഹം കൊണ്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാമെന്ന് വിചാരിച്ചാലോ 2-3 മാസം കൊണ്ട് പഠിക്കാമെന്ന് വിചാരിച്ചാലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ പഠിച്ചെടുക്കുവാൻ പറ്റാത്ത ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. ഈ റിയാലിറ്റി മനസ്സിലാക്കുക. അതായത് എടുത്തു ചാടി ഇംഗ്ലീഷ് പഠിക്കാമെന്ന് വലിയ ബിൽഡപ്പ് ചെയ്യാതിരിക്കുക. അപൂർവം ചില ആൾക്കാർക്ക് അവരുടെ മൈൻഡ് സെറ്റിനെ ആശ്രയിച്ച് മാത്രമേ വളരെ വേഗത്തിൽ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിരവധി ഇംഗ്ലീഷ് ടേമുകൾ കാണുവാൻ സാധിക്കും. സബ്ജക്റ്റ്, നൗൺ, ഒബ്ജക്റ്റ്, വെർബ്, പ്രൊനൗൺ, പേഴ്സണൽ പ്രൊനൗൺ, അഡ്ജക്റ്റീവ്, അഡ്വേർബ്, പ്രിപ്പോസിഷൻ, ടെൻസ്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്നിങ്ങനെ നിരവധി ടേമുകൾ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുവാനുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ട് തുടങ്ങും. ഇവയിൽ ചിലത് ബിഗിനേഴ്സിന് മുന്നിലേക്ക് തുടക്കത്തിൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ അല്ല വെച്ച് കൊടുക്കുന്നതെങ്കിൽ ബേസിക് അറിയാൻ പാടില്ലാത്ത ഒരാളെ സംബന്ധിച്ച് മനസ്സിലാക്കി എടുക്കുക എന്നതും ഒരു ട്യൂട്ടറെ സംബന്ധിച്ച് മനസ്സിലാക്കി എടുപ്പിക്കുക എന്നത് ബിഗ് ടാസ്ക് തന്നെയാണ്. ഇവ നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്താണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇംഗ്ലീഷ് നന്നായി പഠിച്ച് ഫ്ലുവൻസിയായി യൂസ് ചെയ്യുന്നതിന് 15-ൽ താഴെ മാത്രം വരുന്ന ഇംഗ്ലീഷ് ടേമുകൾ പഠിച്ചാൽ മാത്രം മതി. ഇത്രയും ടേമുകൾ മാത്രമേ ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമി മനസ്സിലാക്കി പഠിപ്പിച്ച് എടുപ്പിക്കുകയും പഠിച്ചെടുക്കുവാൻ പറയാറുള്ളൂ. ഈ 15ഓളം ഇംഗ്ലീഷ് ടേമുകൾ മനസ്സിലാക്കിയാൽ പിന്നെ ഇംഗ്ലീഷ് ഏത് ടേമിനെയും നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കിയെടുക്കുവാനുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്തിരിക്കും. സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഈ 15 ടേമുകൾ എങ്കിലും നമ്മൾ കവർ ചെയ്തിരിക്കണം. ഇല്ല എങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടും. മാത്രമല്ല, ഇത് മനസ്സിലാക്കാതെ ഉള്ള ഇംഗ്ലീഷ് പഠനം എന്നത് ഏതൊരാളിനെയും സംബന്ധിച്ച് എളുപ്പമല്ല. ഇക്കാര്യം നിങ്ങൾ തുടക്കത്തിലെ മനസ്സിലാക്കി പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് തുടക്കത്തിലെ ബുദ്ധിമുട്ടായി തോന്നി തുടങ്ങുന്നത്. ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമി ഏതൊരാളെയും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയെടുപ്പിച്ച് ചില കാര്യങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ ഗ്രാമറിലേക്ക്, അതായത് ടെൻസുകൾ പഠിപ്പിച്ച് തുടങ്ങുകയുള്ളൂ. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിന് എല്ലാ ടേമുകളും അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. സ്പോക്കൺ ഇംഗ്ലീഷുകാരും ജോബ് പ്രൊമോഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നവർ ഈ 15ഓളം കാര്യങ്ങൾ പഠിക്കുക. അതല്ല, IELTS, OET, UKV തുടങ്ങിയ കോഴ്സുകൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആണെങ്കിൽ ഈ 15 ടേമുകൾ പഠിച്ചതിന് ശേഷം ഇവയെ ബേസ് ചെയ്ത് മറ്റ് ടേമുകൾ പഠിക്കുവാൻ ശ്രമിക്കുക. ഇംഗ്ലീഷ് ഫ്ലുവൻസിക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതിയോ എന്ന് നിങ്ങളും അതിശയിക്കും. പിന്നീട് ഈ 15 ടേമിനെ ബേസ് ചെയ്ത് കൂടുതൽ ഇംഗ്ലീഷ് ഗ്രാമറുകൾ നിങ്ങൾക്ക് തന്നെ സെൽഫ് പ്രാക്ടീസിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തുടക്കത്തിൽ കൂടുതൽ ഇംഗ്ലീഷ് ടേമുകളിൽ ശ്രദ്ധ കൊടുക്കാതെ ഇംഗ്ലീഷ് പഠിക്കുവാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഈ പറഞ്ഞ 15 ടേമുകളിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് തുടക്കത്തിലെ ഇംഗ്ലീഷ് പഠിക്കുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കും കൂടെ ഈ ചാനൽ പരിചയപ്പെടുത്തുക. നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.